السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما هذه الحياة الدنيا إلا لهو ولعب وإن الدار الآخرة لهي الحيوان لو كانوا يعلمون. صدق الله مولانا العظيم. يموت كل إنسان على ما عاش عليه ويبعث على ما مات عليه. صدق رسول الله. لك الحمد مولانا على كل نعمتي ومن جملة النعماء قولي لك الحمد ولا حمد إلا أنت منا بنعمتي فسبحان لا يقوى على حمدك العبد. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്നും സംഭവിച്ചു പോയ വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളും അവൻ്റെ മഹദ് ഫദ്ല് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പരിപൂർണ വിശ്വാസിയായി പരമാവധി സ്വാലിഹായ അമലുകൾ ചെയ്ത് ഇരുലോകവും വിജയിക്കാനുള്ള അവസരം അല്ലാഹു ഒരുക്കി തരുമാറാകട്ടെ. ഈമാനിൻ്റെ ആനന്ദത്തോടെ ഈമാനിൻ്റെ അഭിരുചിയോടെ ജീവിക്കാനും മരണസമയത്ത് അങ്ങനെ പൂർണ്ണ വിശ്വാസിയായി മരണപ്പെടാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ വിപത്തുകളും പ്രയാസങ്ങളും രോഗങ്ങളും അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. ആരോഗ്യത്തോടെ അല്ലാഹുവിൻ്റെ ത്വഅത്തിൽ ദീർഘായുസ് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും സിദ്ദീഖീങ്ങൾ, നബിമാർ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, ഉലമാക്കൾ അവരോടൊന്നിച്ച് നാളെ അല്ലാഹുവിൻ്റെ പാരത്രിക ലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. പ്രിയമുള്ള വിശ്വാസികളെ, ഈ ലോക ജീവിതം
വെറും കളിവിനോദങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയ മനുഷ്യന്മാർ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ വിഡ്ഢികളാണ്. ഈ ലോക ജീവിതം, ഭൗതിക ജീവിതം, പാരത്രിക ജീവിതത്തിലേക്കുള്ള വിഭവങ്ങൾ ഒരുക്കാനുള്ളതാണല്ലോ. ഇവിടത്തെ സുഖസൗഖ്യത്തിനും ആനന്ദത്തിനും വേണ്ടി ഏതൊക്കെ നാം നേടിയാലും അതെല്ലാം ഒരു കൊച്ചുകുട്ടിക്കൊരു കളിപ്പാവ കിട്ടിയതുപോലെ മാത്രമാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയം, ഈ ലോക ജീവിതത്തിൽ നിനക്ക് ഏതൊക്കെ കിട്ടിയാലും അതെന്താ, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? വമാ ഹാദിഹിൽ ഹയാത്തുദ്ദുന്യാ ഇല്ലാ ലഹുവും വലഇബ്. ഐഹിക ജീവിതം, ദുന്യാവിലെ ജീവിതം, ഇല്ലാ ലഹുവും വലഇബ്, വിനോദവും ഉല്ലാസവുമല്ലാതെ മറ്റൊന്നുമല്ല. ഇവിടെ നേടാനാകുന്നത് ഇവിടത്തെ ആനന്ദവും സുഖവും ചുരുങ്ങിയ ഉല്ലാസങ്ങളും വിനോദങ്ങളും മാത്രമാണ്. അതല്ലാത്ത സ്ഥായിയായതൊന്നും ഈ ലോകത്ത് നേടാനാവുകയില്ല. ഏതുപോലെ ഒരു മൈതാനത്ത്, ഒരു ഗ്രൗണ്ടിൽ, ഒരു കളിക്കളത്തിൽ ഒരു കൊച്ചുകുട്ടി സന്ധ്യാസമയത്ത് കളിക്കാനിറങ്ങുന്നു. അവന്റെ മുന്നിൽ സമയം കുറവാണ്, കളിയുടെ സമയം പരിമിതമാണ്. ആ കളിയുടെ സമയം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവന് വീട്ടിലേക്ക് തിരിച്ചെത്തണം. ഇതുപോലെ ഈ ലോക ജീവിതം ലഹുവും വലഇബ്, ചില വിനോദങ്ങളും ഉല്ലാസങ്ങളും ഇതിൽ ഉണ്ട് എന്നത് സത്യമാണ്. പക്ഷേ കൊച്ചുകുട്ടി ഗ്രൗണ്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത് പോലെ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകാനുള്ളവരാണ് നമ്മളൊക്കെയും. വഇന്നദ്ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ, നിശ്ചയം പാരത്രിക ഭവനമാണ്, മരണാനന്തര ജീവിതമാണ് സാക്ഷാൽ ജീവിതം. ഇവിടത്തേത് സാക്ഷാൽ ജീവിതമല്ല, ചുരുങ്ങിയ ഉല്ലാസവും വിനോദങ്ങളും മാത്രമാണ് ഇവിടെ കിട്ടുന്നത്. പരലോക ജീവിതം ലഹിയൽ ഹയവാൻ, യഥാർത്ഥ ജീവിതം പരലോകത്താണ്. ലൗ കാനൂ യഅലമൂൻ, ഈ വസ്തുത, ഈ യാഥാർത്ഥ്യം, ഈ പരമസത്യം ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ കളിയിലേറെ പ്രാധാന്യം, പരിഗണന അവർ കാര്യങ്ങൾക്ക് നൽകുമായിരുന്നേനെ. കളിയും തമാശയും ഉല്ലാസവും ഒക്കെ ഭൗതിക ജീവിതത്തിൽ, ഇഹലോക ജീവിതത്തിൽ അവർക്കുണ്ടെങ്കിലും അതിനേക്കാൾ പ്രാമുഖ്യം നൽകുന്നത്, പരിഗണന നൽകുന്നത് അവർ കാര്യങ്ങൾക്കായിരിക്കും. ലൗകാനു യഅലമൂൻ, അറിയണം. ആ അറിയാനുള്ള ഉദാഹരണങ്ങളാണ് അള്ളാഹു ദൈനംദിനം നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. സമ്പൽ സമൃദ്ധിയുള്ള, ആരോഗ്യവും ചുറുചുറുക്കുമുള്ള പലരും ഈ ഗ്രൗണ്ടിൽ നിന്ന് കുട്ടി വീട്ടിലേക്ക് പോകുന്നത് പോലെ ദുനിയാവാകുന്ന ഗ്രൗണ്ടിൽ നിന്ന് ഇടയ്ക്കിടെ മരിച്ചു പോകുന്നു. നമുക്ക് കാണാനാകുന്നു, കേൾക്കാനാകുന്നു, മനസ്സിലാക്കാനാകുന്നു. ലൗകാനു യഅലമൂൻ, ഇവിടത്തെ ജീവിതം എന്താണെന്ന് ഈ ജനങ്ങളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, അത്രേ അള്ളാഹു പറയുന്നുള്ളൂ. അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് എന്ന ഉത്തരം പറയുന്നില്ല. ഇവർ അറിഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ അവർക്ക് കാര്യബോധമുണ്ടാകുമായിരുന്നേനെ. ഇവിടത്തെ ജീവിതത്തിൽ കാര്യബോധമില്ലാതെ, ലക്ഷ്യബോധമില്ലാതെ, പടച്ച തമ്പുരാന്റെ പൊരുത്തം സമ്പാദിക്കാനാണ് റബ്ബെന്നെ ഇങ്ങോട്ട് പടച്ചു വിട്ടത് എന്ന ആ ഒരു ഉറച്ച ബോധമില്ലാതെ ജീവിക്കുന്ന ആളുകൾ, കേവലം കളി തമാശകളിൽ മാത്രം മുഴുകുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾ സൂഉൽ ഖാത്തിമത്ത് ഭയക്കണം. സൂഉൽ ഖാത്തിമത്ത് എന്ന് പറഞ്ഞാൽ അവസാനം ഈമാൻ കിട്ടാതെയുള്ള മരണം. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മുസ്ലിങ്ങളിൽ എത്ര പേരാണ് കളി ഗ്യാലറികളിലും സിനിമാ ഹാളുകളിലും ബാറുകളിലും വെച്ചു മരിച്ചത്? എങ്ങനെയായിരിക്കും അവരെ മരണം? അല്ലാഹു അഅലം. ഏതായാലും ഒരു ശുഭലക്ഷണം അത്തരം മരണങ്ങളിലില്ല.
ഉല്ലസിച്ചു കൊണ്ടിരിക്കുമ്പോൾ, വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, കാര്യമില്ലാത്ത കളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മരണദൂതൻ സമീപിച്ച് പിടിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അങ്ങനെ ജീവിച്ച ആളുകൾ അങ്ങനെ മരിക്കൂ. എങ്ങനെയാണ് ജീവിക്കുന്നത്? ആ ജീവിതത്തിനനുസരിച്ചാ മരിക്കാം. സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമൂതു കുല്ലു ഇൻസാനിൻ അലാ മാ ആശ അലൈഹി. മുഴുവൻ മനുഷ്യരും മരിക്കുന്നത്, എല്ലാ ജനങ്ങളും മരിക്കുന്നത് ഏതൊരു സരണിയിലാണെന്നറിയുമോ? അലാ മാ ആശ അലൈഹി, അവൻ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ആയിരിക്കും മരിക്കുക. നന്നായി ജീവിച്ച മനുഷ്യൻ നല്ലവനായി മരിക്കാനാണ് സാധ്യത. ചീത്ത പ്രവർത്തനങ്ങളുമായി മുഴുകിയ ആള് ചീത്ത ആളായിട്ടാണ് മരിക്കാൻ സാധ്യത. വെറും കളി വിനോദങ്ങൾ മുഖ്യ അജണ്ടയാക്കി ജീവിക്കുന്നവർ ആ കളിക്കിടയിൽ മരിക്കാനാണ് സാധ്യത. യമൂതു കുല്ലു ഇൻസാൻ, എല്ലാ മനുഷ്യരും മരിക്കുന്നത് അലാ മാ ആശ അലൈഹി, ഏതൊന്നിന്റെ മേലിലാണോ അവൻ ജീവിച്ചത് ആ ഒന്നിലായി കൊണ്ടുതന്നെ അവൻ മരിക്കും. വെറും തമാശ, വെറും കളി, അവൻ കളിക്കിടയിൽ അങ്ങ് തട്ടിപ്പോവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വെറും തമ്മാടിത്തരം ചെയ്യുന്ന ആൾ അവന് തമ്മാടിയായിക്കൊണ്ട് തന്നെ മരിക്കാനാണ് സാധ്യത. തുടർന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, ഏതൊരു അവസ്ഥയിലാണോ മരിച്ചത് എങ്കിൽ ആ അവസ്ഥയിലാണ് മഹ്ശറയിലേക്ക് വരുന്നത്. ആ അവസ്ഥയിലാണ് പരലോകത്തവന്റെ കാര്യം. മരണസമയത്ത് എന്താണോ അവന്റെ അവസ്ഥ, ഏതൊരു നിലവാരത്തിലാണോ അവൻ ഉണ്ടായിരുന്നത് അതുപോലെയായിരിക്കും പാരത്രിക ലോകത്ത് ആ മനുഷ്യൻ വരുന്നത്. നല്ലവനായി മരിക്കാൻ ചാൻസ് കിട്ടിയവർക്ക് മാത്രമേ നല്ലവരായിട്ട് പരലോകത്ത് വരാനൊക്കുള്ളൂ. എന്ന് വെച്ചാൽ ഫിനിഷിങ് നന്നാകണം. ഫിനിഷിങ് നന്നാകണം. അതിനു മുമ്പ് എത്ര നന്നായിട്ടും കാര്യമില്ല. ഇത് കാര്യത്തിൽ മാത്രമല്ലല്ലോ, കളിയിലും അങ്ങനെയുള്ളൂ. 90 മിനിറ്റുള്ള ഒരു കളി അല്ലേ, 90 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു കളിയാന്ന് വെച്ചോ. 85 മിനിറ്റ് ഒരു ടീം നന്നായി കളിച്ച് ജയിച്ചു നിന്നു. 85 മിനിറ്റും ഒരു ടീം നന്നായി കളിച്ച് ജയിച്ചു. ലാസ്റ്റ് 5 മിനിറ്റിൽ അങ്ങ് പരാജയപ്പെട്ടു. അന്തിമ വിധി എങ്ങനെയായിരിക്കും? ആ ടീം പരാജയപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെടും അല്ലേ? അവസാനത്തെ 5 മിനിറ്റ് ഫിനിഷിംഗ് ടൈമിൽ പരാജയം വന്നോ, അതാണ് യഥാർത്ഥത്തിൽ പരിഗണിക്കപ്പെടുന്നത്. ഇതുതന്നെയാണ് മനുഷ്യ ജീവിതത്തിന്റെ അവസ്ഥയും. മരണസമയത്തവൻ എന്താണോ അവന്റെ ഹാല്, ആ ഹാലാണ് ആഖിറത്തിലെ അവന്റെ കാര്യമായി പരിഗണിക്കുക. ഇതിന് വളരെ പഠിക്കാൻ ഉള്ള ഒരു ഹദീസ്, ചിന്ത ഉണർത്തുന്ന ഒരു ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ അബ്ദ ലയഅമലു അമല അഹ്ലിൻ നാർ വഇന്നഹു മിൻ അഹ്ലിൽ ജന്ന വയഅമലു അമല അഹ്ലിൽ ജന്ന വഇന്നഹു മിൻ അഹ്ലിൻ നാർ വഇന്നമൽ അഅമാലു ബിൽ ഖവാതീം. റവാഹുൽ ബുഖാരി റഹിമഹുല്ലാ. എന്താണ് ഈ ഹദീസിന്റെ പാഠം? വലിയ പാഠാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, ഇന്നൽ അബ്ദ, നിശ്ചയം അടിമകൾ, ലയഅമലു അമല അഹ്ലിൻ നാർ, നരകക്കാരുടെ പ്രവർത്തികളുമായി ജീവിക്കും. നരകക്കാരുടെ പ്രവർത്തികളുമായി ദുന്യാവിൽ ജീവിക്കും. എന്ത്? എല്ലാ തെമ്മാടിത്തരങ്ങളും തോന്നിയാസങ്ങളും ചെയ്ത് ജീവിക്കും. ദീർഘനാളുകൾ അരുതാത്ത കാര്യങ്ങൾ പ്രവർത്തിച്ച് തിന്മകളിലൂടെ ജീവിക്കും. എന്നാൽ വഇന്നഹു മിൻ അഹ്ലിൽ ജന്ന, അവൻ ഒരുപക്ഷേ സ്വർഗത്തിലേക്കുള്ള ഒരു മെമ്പറായിരിക്കും. ദീർഘനാൾ തെമ്മാടിത്തരം ചെയ്ത് ജീവിച്ച മനുഷ്യർ വഇന്നഹു മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗക്കാരനാണ്. എന്നാൽ ഇപ്പുറത്ത് വയഅമലു അമല അഹ്ലിൽ ജന്ന, ആയുസിന്റെ ഏറിയ കൂറും അല്ലാഹു തന്ന ആയുസിന്റെ 90% നന്മ ചെയ്ത ആളുകൾ. വയഅമലു അമല അഹ്ലിൽ ജന്ന, സ്വർഗക്കാരുടെ പ്രവർത്തനം ചെയ്ത ആളുകൾ, ദീർഘനാൾ നന്മകൾ ചെയ്ത ആളുകൾ. വഇന്നഹു മിൻ അഹ്ലിൻ നാർ, അവൻ നാളെ നരകത്തിലേക്ക് പോകാനുള്ള ആളാണ്. ഇത് ആയുസിന്റെ ഏറിയ ഭാഗവും കൂടുതൽ ഭാഗവും
നന്മ ചെയ്ത മനുഷ്യൻ വ ഇന്നഹു മിൻ അഹ്ലിന്നാർ, അവൻ നരകവാസിയാണ്. എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? അതിന് ചോദ്യത്തിന് മറുപടി അവിടുന്ന് പഠിപ്പിക്കുന്നു. വ ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, ഫിനിഷിങ്ങിൽ എന്താണോ അതാണ് ആഖിറത്തിൽ പരിഗണിക്കപ്പെടുക. മരണസമയത്ത് അതിന്റെ തൊട്ടു മുമ്പത്തെ അവന്റെ അവസ്ഥ എന്താണ്? ആ സമയത്ത് അവൻ നല്ലവനാണോ, തെമ്മാടിയാണോ, മുനാഫിഖാണോ, മുഅ്മിനാണോ എന്ന് പരിഗണിച്ച് അതാണ് ആഖിറത്തിലെ അവസ്ഥ, അവന്റെ അവസ്ഥയായി നാളെ ആ രീതിയിലാണ് അവൻ ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ അവൻ കടന്നു വരിക. നിശ്ചയം അമലുകൾ അള്ളാഹു പരിഗണിക്കുന്നത്, ഒരു മനുഷ്യന്റെ വിജയ പരാജയം നിർണയിക്കപ്പെടുന്നത് ബിൽ ഖവാതീം, അവസാന സമയത്തെ കർമ്മത്തിനും വിശ്വാസത്തിനും അനുസരിച്ചാണ്. ഇത് ഇങ്ങനെ പഠിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ചിന്തയിൽ ഒരു ആശയക്കുഴപ്പം. എന്താ? പഠിച്ചോനെ, ഈമാനോടെ തഖ്വയോടെ സ്വാലിഹായ അമല് ചെയ്തിട്ട് ദീർഘനാൾ അധ്വാനിച്ച ഒരു മനുഷ്യനെ അള്ളാഹു കാഫിറാക്കി മരിപ്പിക്കേ, ഇതെങ്ങനെ നീതിയാകുക? ദീർഘനാൾ തോന്നിയാസം ചെയ്ത് തെമ്മാടിയായി ജീവിച്ച് അവിശ്വാസിയായി ജീവിച്ചിട്ടൊരു മനുഷ്യനെ അള്ളാഹു എങ്ങനെ മുഅ്മിനായി മരിപ്പിക്കേ? ഇതെങ്ങനെ നീതിയാവുക? ഇതെങ്ങനെ ശരിയാവുക? ഈ ഖദറിലുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിൽ തന്നെ സാധാരണ ആളുകളൊക്കെ വല്ലാതെ പരിഭ്രമിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ, ഖദറിന്റെ കാര്യത്തിൽ അനാവശ്യ ചിന്തകൾ പാടില്ലെന്ന് സ്വഹാബത്തും ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബഹറുൻ അമീഖ്, ആഴമേറിയ സമുദ്രമാണ് ഖദറിന്റെ കാര്യം. അള്ളാന്റെ വിധി നമ്മുടെ അഖലിന്റെ തുലാസിൽ, നമ്മുടെ ബുദ്ധിയുടെ തുലാസിലിട്ട് അള്ളാഹുവിന്റെ നീതിയും വിധിയും നമ്മൾ അളക്കാൻ നിന്നാലും നമ്മൾ പിഴച്ചു എന്നല്ലാതെ അള്ളാഹ്ക്കൊരു കുഴപ്പവും പറ്റൂല. മാത്രല്ല, ഖദറിലുള്ള വിശ്വാസം ആറാമത്തെ കാര്യമാണ്. ഒരു മുസ്ലിമായ ആളോട്, വിശ്വാസിയായ ആളോട് അള്ളാന്റെ വിധിയെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ അള്ളാഹ് പറഞ്ഞിട്ടില്ല. ഇതിന് തർത്തീബുണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം പടച്ചവനിലുള്ള വിശ്വാസം, അല്ലേ? മലായിക്കത്ത്, വേദഗ്രന്ഥങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് കിതാബുകൾ, അതുപോലെ അന്ത്യനാൾ, ഇങ്ങനെ ആ തർത്തീബിൽ വന്നിട്ട് ആറാമത്തെ കാര്യമായിട്ടാണ് വൽ ഖദറു ഖൈറുഹു വ ശർറുഹു മിനല്ലാഹ്, ഖൈറും ഷർറും എല്ലാം അള്ളാഹുവിൽ നിന്നാണ്. ഹിദായത്തും ഈമാനും ലലാലത്തും കുഫറൊക്കെ അള്ളാഹുവിൽ നിന്നാണ്. ഈ ആശയത്തിൽ വിശ്വസിക്കേണ്ടത് ആറാമതാണ്. അപ്പൊ ഈ തർത്തീബിലൂടെ ഒരു സാധകൻ നടന്നു വരുമ്പോൾ ആറാമത്തെ കാര്യം ഉൾക്കൊള്ളാനും ഗ്രഹിക്കാനും ബുദ്ധിമുട്ടുണ്ടാവുകയില്ലെന്ന് ജ്ഞാനികൾ പറയുന്നു. ഈമാൻ തന്നെ ശരിയാകാത്ത ആൾ, അള്ളാഹുവിലുള്ള വിശ്വാസം തന്നെ ശരിയാകാത്ത ആള് അള്ളാന്റെ പ്രവർത്തനം വിലയിരുത്തിയാൽ എന്താകും അവസ്ഥ? അല്ലേ? ഒരു സാധനത്തെക്കുറിച്ച് വിവരമില്ലാത്ത ആൾ ആ സാധനത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ആലോചിക്കുന്നത് വിഡ്ഢിത്തമല്ലേ? ഇതുപോലെ ഏതായാലും എന്തേ അള്ളാഹു ഇങ്ങനെ ചെയ്യുന്നത്? ദീർഘനാൾ തെമ്മാടിയായ ഒരാളെ മുഅ്മിനാക്കി അങ്ങോട്ട് മരിപ്പിക്കുന്നു, ദീർഘനാൾ നന്മ ചെയ്ത ഒരു മുഅ്മിനിനെ കാഫിറാക്കി മരിപ്പിക്കുന്നു. എന്താണ് ഇതിന്റെ കാരണം? ഈ ചോദ്യത്തിന് ഉത്തരം മാരിഫീങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ആയത്തുകളും ഇത്തരം ഹദീസുകളും എല്ലാം ഉദ്ധരിച്ചവർ പഠനം നടത്തി പറഞ്ഞു തരുന്നുണ്ട്. ഇഅ്ലം അന്ന സൂഅൽ ഖാതിമ, അറിഞ്ഞുകൊള്ളുക വിശ്വാസികളെ, ഉണർന്ന് ചിന്തിച്ചു കൊള്ളുക വിശ്വാസികളെ. അന്ന സൂഅൽ ഖാതിമ, അവസാനം ഈമാൻ കിട്ടാതെയുള്ള മരണം. അഅദനല്ലാഹു മിൻഹാ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതിനു വേണ്ടിയുള്ള പ്രാർത്ഥന, അവസാനം ഈമാൻ നഷ്ടമാകുന്ന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നല്ലോ. മരണം അനന്തര ജീവിതം പറഞ്ഞ സമയത്ത് അവസാന സക്കറാത്തിന്റെ ഹാലിലുണ്ടാകുന്ന ആ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നല്ലോ ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥന. സൂറത്ത് ആലി ഇമ്രാനിൽ അള്ളാഹു പറഞ്ഞു തന്ന, നമ്മളോട് ദുആ ചെയ്യാൻ കൽപ്പിച്ച പ്രാർത്ഥന, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഇത് നിത്യം ഞാനും നിങ്ങളും ദുആ ചെയ്യേണ്ട ദുആയാണ്. അല്ലാഹ് പഠിപ്പിച്ചു തന്നതാ. പഠിച്ചവനെ നേർമാർഗം കാണിച്ചു തന്നിട്ട്, മുസ്ലിം ആക്കിയിട്ട്, ഈമാൻ തന്നിട്ട് ഇനി എൻ്റെ മനസ്സ് തെറ്റിക്കരുത് റബ്ബേ. നിന്റെ ഓശാരത്തിന്റെ ഔദാര്യത്തിന്റെ ഖജനാവിൽ നിന്ന് എമ്പാടും തന്ന് നീ എന്നെ അനുഗ്രഹിക്കണേ റബ്ബേ എന്ന നല്ല പ്രാർത്ഥന. ഇത് പ്രാർത്ഥിക്കാൻ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മറക്കരുത്, ഒന്നുകൂടെ ആവർത്തിക്കാം. ഏതായാലും അവസാനം നാശം പിടിച്ചുള്ള മരണം, അവസാനം ഈമാൻ കിട്ടാത്ത മരണം,
അത് ലാ തകൂനു ലിമൻ ഇസ്തഖാമ ലാഹിറുഹു വസലഹ ബാത്തിനുഹു. ഇമാമിയങ്ങൾ പറഞ്ഞു തരുന്നു, ലാ തകൂനു ലിമൻ ഇസ്തഖാമ ലാഹിറുഹു വസലഹ ബാത്തിനുഹു. ഉള്ളും പുറവും നന്നായ ഒരു മുത്തഖിക്കൊരിക്കലും അവസാനം സൂഉൽ ഖാത്തിമത്ത് വരില്ല. എന്ത്? ഉള്ളും പുറവും നന്നായ ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ, അകവും പുറവും നന്നായ ഒരു വിശ്വാസി, അവനൊരിക്കലും അവസാനം ഈമാൻ കിട്ടാത്ത മരണം അവന് വരികയില്ല. പിന്നെ ഈ ബുഖാരിയുടെ ഹദീസ്, ഈ പഠിപ്പിച്ച ഹദീസിന്റെ ആശയം പിന്നെന്താ? അത് രണ്ടാലൊരു ഭാഗത്ത് കുഴപ്പമുണ്ടാകും. ചില ആളുകൾ ലയഅമലു അമല അഹ്ലിൽ ജന്ന, സ്വർഗക്കാരുടെ പ്രവർത്തനം ധാരാളം ചെയ്യുന്നവരായിരിക്കും. വെളിയിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ, പ്രത്യക്ഷമായി വിലയിരുത്തുമ്പോൾ എത്ര നല്ല സ്വാലിഹായ മനുഷ്യൻ, എത്ര നല്ല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന ആൾ എന്നൊക്കെ നമുക്ക് വിധി എഴുതാമെങ്കിലും അത്തരത്തിലുള്ള ആളുകളിൽ ചില ആളുകളുടെ മനസ്സ് മാലിന്യങ്ങളുടെ കുപ്പത്തൊട്ടിലായിരിക്കും. എന്ത്? ഇഷ്ടം പോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഇത് ചെയ്യുമ്പോ മനസ്സ് മാലിന്യങ്ങളുടെ കുപ്പയായിരിക്കും, കച്ചറയായിരിക്കും ഉള്ളിൽ മുഴുവൻ. ഇങ്ങനത്തെ ആളുകളുടെ അവസാനം നഷ്ടപ്പെടാൻ, ഈമാൻ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നബി പറഞ്ഞു, ദീർഘനാൾ തെമ്മാടിത്തരം ചെയ്ത ഒരാൾ സ്വർഗത്ത് പോവും. അതെങ്ങനെ? ഈ തെമ്മാടി അരുതാത്ത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യൻ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോഴും അവന്റെ മനം തേങ്ങുകയായിരിക്കും. പടച്ചവനെ, എൻ്റെ സാഹചര്യം ഇങ്ങനെയായല്ലോ, എനിക്കിതുവരെ നന്നാകാൻ പറ്റിയിട്ടില്ലല്ലോ, എന്നെ എപ്പോഴെങ്കിലും നന്നാക്കണേ അല്ലാ, മരിപ്പിക്കുന്നതിൻ്റെ മുമ്പെങ്കിലും നന്നാക്കണേ. ഈ കരഞ്ഞ വേദനയോടുകൂടെയുള്ള പ്രാർത്ഥന ഈ തെമ്മാടിക്കുണ്ടാവും. ഈ മനുഷ്യൻ അവസാനം നന്നായി. ഇതാണ് സഹീഹുൽ ബുഖാരിയിൽ കാണുന്ന ആ ഹദീസിന്റെ ആശയം. 80,000 വർഷം അള്ളാഹുവിനെ ആരാധിച്ച ഇബ്ലീസും എല്ലാ വിജ്ഞാനങ്ങളും കിട്ടിയ ബൽആം ഇബ്നു ബഅൂറ എന്ന് പറയുന്ന ലോകപണ്ഡിതൻ, ഖുർആൻ പരിചയപ്പെടുത്തിയ ലോകപണ്ഡിതൻ, എല്ലാ ഇൽമും ആ മനുഷ്യന് കിട്ടിയെന്ന് ഖുർആൻ പഠിപ്പിച്ച ബൽആം ഇബ്നു ബഅൂറയും ഇബ്ലീസും 80,000 വർഷമാണ് ഇബ്ലീസ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തത്. ഈ രണ്ട് സാധനങ്ങൾ എന്തുകൊണ്ടാ പിഴച്ചുപോയത്? അവരെ കർമ്മങ്ങൾ മോശമായത് കൊണ്ടല്ല, അവരുടെ മനസ്സിന്റെ മാലിന്യങ്ങൾ കാരണം, മനസ്സിലുള്ള വൃത്തികേടുകൾ കാരണമായിരുന്നു അവർ പിഴച്ചുപോയത്. ഇമാം ഖുർത്തുബി റഹിമഹുല്ല വലിയ വിശ്വപ്രസിദ്ധ മുഫസ്സിറാൻ, ഖുർആൻ വ്യാഖ്യാതാവാണ് ഇമാം ഖുർത്തുബി. ഇമാം ഖുർത്തുബിയുടെ തദ്കിറ എന്ന ഗ്രന്ഥത്തിൽ ഒരു ചരിത്രം ഉദ്ധരിച്ചിട്ടുണ്ട്. ഏത് നല്ല നിലയിൽ ജീവിക്കുന്ന മനുഷ്യനും അവസാനം അങ്ങോട്ട് നഷ്ടപ്പെട്ട് ഈമാൻ കിട്ടാതെ പോകാം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എത്ര നല്ല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന ആളാണെങ്കിലും എവിടെ ഒരു ഫാൾട്ട് ഉണ്ടോ, ആ ഫാൾട്ട് അവന്റെ അന്ത്യവിനാശത്തിന് കാരണമാകും. ഇതിന് ഉദാഹരണമായി അന്നഹു കാന ബി മിസ്റ റജുലുൻ, മിസ്ർ പട്ടണത്തിൽ ഒരാളുണ്ടായിരുന്നു. മുൽതസിമുൻ മസ്ജിദൻ ലിൽ അദാനി വസ്സലാ, 24 മണിക്കൂർ ഒരു ദിനത്തിലുണ്ടെങ്കിൽ അതിന്റെ 99% പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ പള്ളിയുമായി ബന്ധപ്പെടുന്ന ആൾക്ക് നാളെ അർശിന്റെ നിഴല് കിട്ടുന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വലിയൊരു റേഞ്ചാണത്. എന്ത്? പള്ളിയുമായി ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്. നീ വെളിയിൽ പോയാലും അവന്റെ ചിന്ത പള്ളി തന്നെ ആയിരിക്കും. ഭക്ഷണം കഴിക്കാൻ അവൻ പോവും, പിള്ളേരെ ആശുപത്രി കാണിക്കാൻ പോവും, ഭാര്യക്ക് വസ്ത്രം വാങ്ങാൻ പോവും. അങ്ങനെ പോകുമ്പോഴും ഖൽബുഹു മുഅല്ലഖുൻ, അവന്റെ ഖൽബ് അപ്പോഴും കണക്ഷൻ എങ്ങോട്ടാ? അള്ളാന്റെ പള്ളിയാണ്. അപ്പൊ പുറത്ത് തീരെ പോവില്ല എന്നല്ല അതിനർത്ഥം. അവന്റെ മനസ്സെപ്പോഴും അങ്ങനെ ആവുമ്പോൾ പരമാവധി സമയവും അവൻ പള്ളിയിൽ ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ മുൽതസിമുൻ മസ്ജിദൻ, ഒരു പള്ളിയിൽ തന്നെ തങ്ങുന്ന, പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു റജുല്. എന്തിന്? ലിൽ അദാനി വസ്സലാ, ആ പള്ളിയിൽ വാങ്ക് വിളിക്കുന്ന ആൾ അദ്ദേഹമാണ്, കൂലിക്കല്ല. കൂലിക്ക് തന്നെയാണ് പഠിച്ചവന്റെ അടുത്തുള്ള കൂലി മോഹിച്ചിട്ട്. വസ്സലാ, നമസ്കാരത്തിനും വാങ്ക് വിളിക്കാനും ആ പള്ളിയിൽ അദ്ദേഹം. അങ്ങനെ വാങ്ക് വിളിക്കുന്ന ആളുകൾക്ക് അത്വലുന്നാസി അഅനാഖൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളില് അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ച് വാങ്ക് വിളിച്ച ആളുകൾ, അത് ചാൻസ് കിട്ടുമ്പോ ഒക്കെ ചെയ്യണം. മൊല്ലാക്ക എവിടെ ഉറങ്ങിപ്പോയി, ആ ഹംക്കിനെ പിടിച്ച് കൈകാര്യം ചെയ്യണം എന്ന് പറയല്ല. കൊടുക്കാൻ പറ്റുമെങ്കിൽ വന്നിട്ട് അള്ളാഹിന്റെ പൊരുത്തം കാംക്ഷിച്ച് അങ്ങോട്ട് വിളിച്ചോളണം.
അള്ളാഹിന്റെ വഴിയിലേക്ക് വിളിക്കുക, അള്ളാഹുവിന്റെ തക്ബീർ പ്രഖ്യാപിക്കുക, വലിയ കൂലിയുള്ള ആൾ, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ച് വാങ്ങുവിളിക്കുന്ന ആളുകൾ അത്വലുന്നാസി അഅനാഖൻ യൗമൽ ഖിയാമ, അവരുടെ പിരടികൾ ഉയർന്ന തരത്തിൽ, കഴുത്തുകൾ നീണ്ട തരത്തിലാണ് അന്ത്യദിനത്തിൽ വരാൻ എന്ന് വെച്ചാൽ അവർ തലയെടുപ്പോടാൻ ജിറാഫ് പോലെ കഴുത്ത് നീണ്ടു പറഞ്ഞാൽ അന്ന് ഓതി തന്നപ്പോൾ ഒരു കുട്ടി ചോദിച്ചു, ഉസ്താദെ ഇത് ജിറാഫിനെ പോലെ കഴുത്ത് നീളുന്നാണോ അതിനർത്ഥം? അല്ല, തലയെടുപ്പോടെ അവരുടെ മുഖം എല്ലാവർക്കും കാണാൻ പാകത്തിൽ ഹൈറ്റ് അല്ലാഹു അവർക്ക് കൊടുക്കും. ഇസ്സത്തോടെ മഹ്ശറയിലേക്ക് അവർ കടന്നു വരുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ പള്ളിയുമായി ബന്ധപ്പെടുന്ന അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് വാങ്ങുവിളിക്കുന്ന മനുഷ്യൻ വഅലൈഹി ബഹാഉൽ ഇബാദ, ഇബാദത്തിന്റെ തേജസ്സും ഓജസ്സും ആ മനുഷ്യന്റെ മുഖത്തുണ്ട്. എന്നല്ലേ കണ്ടാൽ തന്നെ എന്തൊരു ഭക്തി, ഒരു നല്ലൊരു വെളിച്ച ആ മുഖത്തുണ്ട് എന്ന് പറയാറുണ്ടല്ലോ. വഅലൈഹി ബഹാഉൽ ഇബാദ, ഇബാദത്തിന്റെ വെളിച്ചം ആ മനുഷ്യന്റെ മുഖത്തുണ്ട്. മിസ്ർ പട്ടണത്തിൽ മുസ്ലിമീങ്ങൾ തിങ്ങിത്തപ്പാർക്കുന്ന ഭാഗത്ത് അദ്ദേഹം മുസ്ലിമീങ്ങൾക്കിടയിൽ സുസമ്മതനാണ്, ആദരണീയനാണ്. അങ്ങനെയുള്ള വ്യക്തി ഒരു ദിവസം ഒരു ദിവസം വാങ്ക് വിളിക്കാൻ മിനാറയിൽ കേറിയപ്പോ വകാന തഹ്തൽ മിനാറത്തി ദാറുല്ലി നസ്റാനിയിൻ. ഇമാം ഖുർത്തുബി വളരെ വസ്തുനിഷ്ഠമായി അദ്ദേഹത്തിന് ബോധ്യമുള്ള ഒരു ചരിത്രം കെട്ടുകഥയല്ല. എന്തിനാ? ആ മിനാറയുടെ താഴ്ഭാഗത്ത് ദാറുല്ലി നസ്റാനിയിൻ ഒരു ക്രിസ്ത്യാനിയുടെ വീടുണ്ട്. ആ മുകളിൽ കയറി വാങ്ക് വിളിക്കാൻ മിനാറയുടെ മുകളിൽ കയറി. അന്ന് ഇന്നത്തേതുപോലെ ഉച്ചഭാഷണിയില്ല. മിനാറയുടെ മുകളിൽ കയറിയാണ് അന്ന് ഉയരമുള്ള ഭാഗത്ത് നിന്ന് ആ വാങ്ക് വിളിക്കുക. കേറിയപ്പോ താഴെയുണ്ടായിരുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലേക്ക് വെറുതെ ഒന്നങ്ങ് നോക്കിയപ്പോ ഫറആ ഇബ്നതഹു, ആ ക്രിസ്ത്യാനി സഹോദരന്റെ മകളെ കണ്ടപ്പോ ഫഫ്തതന ബിഹാ, മനസ്സിൽ എന്തോ ഒരു ഫാൾട്ട് ഉണ്ട്. ഇങ്ങനെയൊക്കെ നന്മ ചെയ്യുന്ന ആളാണെങ്കിലും, ജീവിതം മുഴുവൻ നന്മയിൽ വിനിയോഗിക്കുന്ന ആളാണെങ്കിലും, ആ നസ്രാനി പെണ്ണിന്റെ സൗന്ദര്യം അങ്ങോട്ട് കണ്ടപ്പോ പെട്ടെന്ന് ഇദ്ദേഹത്തിന് സ്ട്രൈക്ക് ചെയ്തു. ഫഫ്തതന ബിഹാ, അദ്ദേഹം പരിസരം മറന്നു, വാങ്കിന്റെ സമയം മറന്നു. വതറക്കൽ അദാൻ, വാങ്ക് വിളിക്കാതെ വനസല ഇലൈഹാ വദഖലദ്ദാർ, അവളിലേക്ക് നടന്നു പോവുകയാണ്, മിനാറയിൽ നിന്ന് ഇറങ്ങുകയാണ്, അവളുടെ വീട്ടിലേക്ക് കയറി ചെന്ന് അവളെ മുഖത്തേക്ക് അന്താളിച്ച് നോക്കിയപ്പോ ഫഖാലത് മാ തുരീദു, എന്തേ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പെണ്ണ് അദ്ദേഹത്തോട് ചോദിച്ചു. ഫഖാല, ഇദ്ദേഹം പറഞ്ഞു, അന്തി ഉരീദു, വേറൊരു ഉദ്ദേശമില്ല, എന്റെ ലക്ഷ്യം നീ തന്നെയാണ്, നിന്നെ ഉദ്ദേശിച്ചാണ് ഞാൻ വന്നത്. എന്താണ് എന്നിൽ നിന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അവൾക്ക് സംശയം മനസ്സിലാകുന്നില്ല. പെട്ടെന്നൊരു സംഭവം ഇടക്കിടക്ക് നോക്കിയിട്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ അല്ല, ഇത് ഒറ്റൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതാണ്. എന്താണ് എന്നിൽ നിന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിന്നോട് ശക്തമായ അനുരാഗം തോന്നുന്നു, എനിക്ക് നിന്നെ കിട്ടണം, നിന്നെ പ്രാപിക്കണം. ഫഖാലത് ലാ ഉഹിബ്ബുക്, അയ്യേ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, നിങ്ങൾ ഇതിനെ ഒരിക്കലും വിചാരിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് തിരിച്ചു പോകാം. അയാൾ പറഞ്ഞു, നിന്നെ പ്രാപിക്കാൻ, നിന്നെ സ്വന്തമാക്കാൻ ഞാൻ എന്ത് ത്യാഗത്തിനും ഒരുക്കമാണ്, ഞാൻ എന്ത് പരീക്ഷണങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഞാൻ തയ്യാറാണ്, എന്നെ നീ നിരാശനാക്കി തിരിച്ചുവിടരുത്, വേണ്ടി വന്നാൽ നിന്നെ വിവാഹം കഴിക്കാനും ഞാൻ തയ്യാറാണ്. ഫഖാലത്ത്, അവൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ, അന്ത മുസ്ലിമുൻ വ അന നസ്റാനിയത്തുൻ, നീ ഒരു മുസ്ലിം അല്ലേ, ഞാനൊരു ക്രിസ്ത്യാനി പെണ്ണും, നമ്മൾ തമ്മിലുള്ള വിവാഹം ആദർശ പൊരുത്തമില്ലല്ലോ, എന്റെ ഫാദർ സമ്മതിക്കുകയില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോ ഈ ഭക്തനായ ബഹാഉൽ ഇബാദത്ത് മുഖത്തുള്ള മനുഷ്യൻ പറഞ്ഞു, നീ പേടിക്കണ്ട, അത്തനസ്സറു, ഞാൻ നിന്റെ മതത്തിലേക്ക് വരാം. അതിനെന്താ? അപ്പോ ഇത് ഇങ്ങനൊരു തീരുമാനം പറഞ്ഞപ്പോ മനസ്സിലെന്തായിരുന്നു? പടച്ചോനെ, കാഫിറായി മരിക്കാനൊന്നും ആവില്ല, ഇവളെ കിട്ടി പ്രാപിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഇവളെയും കൂടി ഇസ്ലാമിലേക്ക് കൊണ്ടുവരാ, വലിയ ആദർശം അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ തൽക്കാലം നാവുകൊണ്ട് അത്തനസ്സറു, ഞാൻ നസ്രാനി ആകാന്നാണ് പറയാ, ഉള്ളോണ്ട് ആകണ്ട. അങ്ങനെ തൽക്കാലം അവളെ കിട്ടിയിട്ട്, അങ്ങനെ അവളെ പ്രാപിച്ചിട്ട് അവളെ സ്വന്തമാക്കിയിട്ട് പിറകെ അവളോട് പറയാ, വിലപേശ, മര്യാദക്ക് ഇസ്ലാമത്തേക്ക് വരിക, അല്ലെങ്കിൽ പോണ പാട്ടിൽ പോ. ഇങ്ങനെയുള്ള ഒരു വിദ്യ. അത്തനസ്സറു എന്തിനു പറയുന്നു? ഫതനസ്സറ ലിയതസവ്വജഹാ, അള്ളാഹു ഇങ്ങനത്തെ രീതി അനുവദിച്ചിട്ടില്ല. പെണ്ണിന് വേണ്ടി നാവ് കൊണ്ടൊരു മതം മാറ്റം, അത് അനുവദിക്കപ്പെടുന്ന മേഖല ഉണ്ട്. ഒരു മുക്റഹായി ഒരാൾ,
ജീവന് ഭീഷണി വന്നു. അവിടെ രണ്ട് രീതിയാണുള്ളത്. ഒരാൾ വാള് കാണിച്ചിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ തോക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇപ്പൊ ഞാൻ ഇസ്ലാമെന്ന് പുറത്തായിട്ടുണ്ടെന്ന് പറയടാ, പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ കാച്ചിക്കളയുമെന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് വഴിയുണ്ട്. അവന് നാവ് കൊണ്ട് പറയാ ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാം, ഞാൻ തയ്യാറാണ്, അതുകൊണ്ട് അവൻ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകില്ല. പക്ഷെ ഉന്നതമായ റേഞ്ച് ഇല്ല, ഏതായാലും ഒരിക്കൽ മരിക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ ഞാൻ വെച്ചോളൂ വെടി എന്ന് പറയാം. അത് ഉന്നതമായ റേഞ്ചാണ്. എന്നാ അങ്ങോട്ട് സാധാരണ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പൊ കുഞ്ഞുങ്ങളെയൊക്കെ ഓർക്കുമല്ലോ, അങ്ങനെയുള്ളോ ഒരു മനുഷ്യന് രോഗം വരുമ്പോ ഒക്കെ എല്ലാ ഭാഗവും ഒക്കെ അവസാനം പിള്ളകളെ മക്കളെ അങ്ങോട്ട് ഓർക്കുമ്പോ അപ്പൊ പിടിവിടും, എല്ലാവർക്കും പിടിവിട്ടു പോകും അല്ലേ? അപ്പൊ ഈ നിലവാരത്തിൽ രണ്ട് മാർഗം അത്തരം സാഹചര്യത്തിൽ ഉണ്ടെങ്കിലും ഈ പെണ്ണിന് വേണ്ടി അങ്ങനെ ഒരു ഇടപാട് ഒരു ഇമാമും പറഞ്ഞിട്ടില്ല, ഒരു അഭിപ്രായവും ഇല്ല. ഇദ്ദേഹം അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി നസറാനിയായി, ക്രിസ്ത്യാനിയായി, അവളുടെ വീട്ടിൽ ക്രിസ്ത്യാനിയായി നിലകൊള്ളുകയാണ്. ആ ദിവസത്തിന്റെ ഒരു വൈകുന്നേര സമയമായപ്പോ, ഇതൊരു ഉച്ച സമയത്താണ് ഇദ്ദേഹം മതം മാറിയത്. ഒരു വൈകുന്നേര സമയമായപ്പോ ഈ ക്രിസ്ത്യാനി സഹോദരന്റെ വീട്ടിന്റെ മച്ചിൻ പുറത്തേക്ക്, തട്ടിന്റെ മുകളിലേക്ക് ഈ മനുഷ്യൻ കേറിപ്പോയപ്പോ ഫസഖത മിൻഹു, ആ കോണിപ്പടിയിൽ നിന്ന് അദ്ദേഹം അടിതെറ്റി താഴെ വീഴുകയും ഫമാത, ആ മനുഷ്യൻ മരിക്കുകയും ചെയ്തു. തുടർന്ന് ഇമാം ഖുർത്തുബി പറയുന്നു, ഫലാഹുവ ബിദീനിഹി വലാഹുവ ബിഹാ, അദ്ദേഹത്തിന്റെ ദീനും പോയി, വലാഹുവ ബിഹാ, അദ്ദേഹം എന്തൊരു ലക്ഷ്യത്തിനാണോ ഈ നാടകം കളിച്ചത് അവളെ പ്രാപിക്കാനും ആ മനുഷ്യന് സാധിച്ചില്ല, രണ്ടും നഷ്ടപ്പെട്ടു പോയി. ആദനല്ലാഹ്. ഈ ചരിത്രം അവസാനിപ്പിക്കുന്നത് ഇമാം ഖുർത്തുബി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ്, അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു സൂഉൽ ഖാത്തിമത്തിൽ നിന്ന്, അവസാനം ഈമാൻ നഷ്ടമാകുന്ന ദുരന്തത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു എന്ന് 2 തവണ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ചരിത്രം അവസാനിപ്പിക്കുന്നത്. എന്തിനധികം മുസ്തഫായ നബി തങ്ങൾ കൂടുതൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, നമ്മൾ തീരെ പ്രാർത്ഥിക്കാത്ത ഒരു പ്രാർത്ഥന. ഏതാണ് ആ പ്രാർത്ഥന? മഹദി ആയിഷ ബീവി പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുക്സിറു അൻ യഖൂൽ, ഇടയ്ക്കിടെ നബി ഉരുവിട്ടുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ത്വാഅതിക, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ത്വാഅതിക, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, മനസ്സിനെ മാറ്റിമറിക്കുന്നവനെ, മനസ്സിന്റെ അവസ്ഥയെ തിരിക്കുന്നവനെ, സബ്ബിത്ത് ഖൽബി, എന്റെ മനസ്സിനെ നീ ഉറപ്പിക്കണേ, അലാ ത്വാഅതിക, നിന്റെ മാർഗത്തിൽ, നിന്റെ വഴിയിൽ, നിന്റെ ഇസ്ലാമിൽ എന്റെ ഖൽബിനെ നീ ഉറപ്പിച്ചു നിർത്തിത്താ പഠിച്ചോനെ. ഇത് കൂടുതലായി അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോ ഫഖുൽതു, ആയിഷ ബീവി പറയും, ഞാൻ ഒരിക്കൽ ചെന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്നക തുക്സിറു അൻ തദഉ ബിഹാദ ദുആ, ഈ ദുആ ഇങ്ങനെ അധികരിപ്പിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, ഈ ദുആ തന്നെ പല ആവർത്തി ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു ദിവസത്തിന്റെ വിവിധ സമയങ്ങളിൽ ഈ ദുആ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ. ഫഹൽ തഖ്ഷാ, നബിയേ അങ്ങേക്കെന്താ ഇത്ര പേടിയാണോ? മനസ്സ് ഉറച്ചു കിട്ടൂല എന്നുള്ള കാര്യത്തിൽ ഇത്ര പേടിയുണ്ടോ? ഖൽബിന്റെ ചാഞ്ചാട്ടത്തെ അങ്ങ് ഇത്രമാത്രം ഭയക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിന് അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്താ? ആയിഷ, ഒരിക്കലും ഈ മുഹമ്മദ് അക്കാര്യത്തിൽ നിർഭയനല്ല, മനസ്സ് മാറിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ ഒരിക്കലും നിർഭയനല്ല. എന്തേ കാരണം? വഖുലൂബുൽ ഇബാദ്, മനുഷ്യരുടെ ഹൃദയങ്ങൾ ബൈന അസ്ബഅൈനി മിൻ അസാബിഇൽ ജബ്ബാർ, സ്വേച്ഛാധിപതിയായ റബ്ബിന്റെ കൈവിരലുകൾക്കിടയിലെ 2 വിരലിന്റെ ഇടയിലാണ് ഈ അടിമകളുടെ എല്ലാം കൽബിരിക്കുന്നത്. എന്ത്? ജബ്ബാറായ അള്ളാഹുവിന്റെ 2 വിരലുകൾക്കിടയിലാണ് മനുഷ്യരുടെ ഹൃദയങ്ങൾ ഇരിക്കുന്നത്. അവൻ ഇച്ഛിക്കുന്നിടത്തേക്ക് അതിനെ അങ്ങ് മറിച്ചു കളയും. അള്ളാഹു മുഖല്ലിബുൽ ഖുലൂബാൻ, ഹൃദയങ്ങളെ മറിക്കുന്നവനാണ്. ഒരു മുതലാളിയെ സമീപിച്ചിട്ട് മുതലാളി ഉദ്ദേശിച്ചാൽ നിന്നെ സഹായിക്കാൻ പറ്റുമെന്ന നിന്റെ ധാരണ മൗഢ്യമാണ്, തെറ്റാണ്, പെശകാണ്. മുഖല്ലിബുൽ ഖുലൂബായ അള്ളാഹ് പ്ലാൻ ചെയ്യണം. ആ മുതലാളിയുടെ മനസ്സിൽ കൃപട്ട് തരണം, ഉദാര മനസ്സ് അള്ളാഹ് ഇട്ടുകൊടുക്കണം, അപ്പോഴേ കിട്ടൂ.
അതുകൊണ്ടാണല്ലോ അസ്ബാബുകളെ ഇലാഹാക്കരുത്, ഉടമസ്ഥന്റെ കയ്യിലായി എല്ലാം. സൃഷ്ടികളുടെ കൽബുകളൊക്കെ അവന്റെ വിരലുകൾക്കിടയിലാണ്. അവൻ ഉദ്ദേശിച്ചിടത്തേക്ക് ഹൃദയങ്ങളെ അവൻ മാറ്റിമറിക്കും. അല്ലേ? അത് ഹിദായത്തിന്റെ വിഷയമാണെങ്കിൽ, ബുദ്ധിയുടെ വിഷയമാണെങ്കിലും ബുദ്ധിമാന്മാരായ ആളുകൾ പെട്ടെന്ന് ഭ്രാന്തന്മാരാകുക. നമ്മൾ ഈ ചുറുചുറുക്കും ചിരിയും ഈ ഉത്സാഹവും ഈ സന്തോഷമൊക്കെ നല്ല ബുദ്ധി അല്ല തന്നുകൊണ്ടല്ലേ. അള്ളാഹു ഇതങ്ങോട്ട് പെട്ടെന്നങ്ങോട്ട് മാറ്റിയ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അല്ലേ? ഭ്രാന്താശുപത്രികളിൽ പോയി നോക്കൂ. മുൻകാലത്ത് അദ്ദേഹം എങ്ങനെ ജീവിച്ച് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല സ്മാർട്ടായിരുന്നു. ഇപ്പൊ റിട്ടയർഡ് ആയപ്പോഴാണ് കൂടുതൽ ആളുകൾക്കും റിട്ടയർമെന്റ് വരുമ്പോൾ വീട്ടിലിരുന്നിട്ട് ആവശ്യമില്ലാത്ത ചിന്തിച്ച് മാനസിക രോഗം വരാറുണ്ട്. അല്ലാതെ തന്നെ അള്ളാഹു പെട്ടെന്ന് അങ്ങോട്ട് മാറ്റിമറിക്കുക ഈ അവസ്ഥ. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് 2 ആഴ്ച മുമ്പ് തിരൂരിലുണ്ടായ ഒരു സംഭവം. ഒരു 18-19 വയസ്സുള്ള ചെറിയ ഒരു ബാലൻ, നന്നായി പഠിക്കുന്ന, നല്ല ബുദ്ധിയുള്ള, നല്ല തൻ്റെയുള്ള അച്ചടക്കമുള്ള ഒരു ചെറുപ്പക്കാരൻ, 19 വയസ്സ്. പഠനകാര്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരെ സഹപാഠിയോടൊന്നിച്ചു പോയി. 2 പേരും ബസ്സിൽ പോയി. അവിടെ ചെന്ന് ആവശ്യമൊക്കെ നിർവഹിച്ചവിടെ രേഖയും കാര്യം, സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ അപേക്ഷയൊക്കെ കൊടുത്ത് തിരിച്ചു വരിക ബസ്സിൽ. 2 പേരും വരുമ്പോ തിരൂരിലേക്ക് എത്തിയിട്ടില്ല. വഴിയിൽ വെച്ച് ഇവൻ പറഞ്ഞു, സഹപാഠിയോട് പറഞ്ഞു, ഞാനിവിടെ ഇറങ്ങാൻ, നീ എന്നെ നോക്കണ്ട എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത ആള് വഴിയിൽ വെച്ച് സഹപാഠിയോട് പറഞ്ഞു, ഞാനിവിടെ ഇറങ്ങാൻ, നീ എന്നെ നോക്കണ്ട, ഒരൊറ്റ ഇറക്കാം. നീ എന്താ ഇവിടെ ഇറങ്ങുന്ന, ആവശ്യം എന്താ? അതിനൊന്നും മറുപടി പറയാതെ ഈ 19 വയസ്സുള്ള ചെറുപ്പക്കാരൻ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ കാണിച്ചത് പാൻ്റ് അഴിച്ചു, ഷർട്ടഴിച്ചു, ജഡ്ഡിയും അഴിച്ചു, പൂർണ്ണ നഗ്നനായി. എന്നിട്ട് നടുറോഡിലൂടെ ഈ കുട്ടി നടക്കുകയാണ്. ഇപ്പൊ 2 ആഴ്ച മുമ്പ് എനിക്ക് പരിചയമുണ്ട്. എൻ്റെ ഉപ്പ നീണ്ട 40ഓളം വർഷക്കാലം ആ മഹല്ലിൽ ഖാലിയും ഖത്തീബുമായി ജോലി ചെയ്ത നാട്ടിലുണ്ടായ സംഭവമാണ്. പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. അങ്ങനെ റോട്ടിലൂടെ പൂർണ്ണ നഗ്നനായി നടക്കുന്ന കാരണത്താൽ ആരും അടുത്തേക്ക് വന്നതുമില്ല. ഉടനെ തൊട്ടടുത്ത് കണ്ട കടലുണ്ടി പുഴയിൽ ഈ കുട്ടി എടുത്തു ചാടി. പടച്ചവനെ, 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ആ കുട്ടിയുടെ മയ്യത്ത് കിട്ടുന്നത്. ഉമ്മായോടും ബാപ്പായോടും ചോദിച്ചു, പുള്ളക്ക് വല്ല തകരാറുണ്ടായിരുന്നോ, കുട്ടിക്ക് വല്ല മാനസിക കംപ്ലൈന്റ് ഉണ്ടായിരുന്നോ? 2 പേർക്കും എന്നല്ല, കൂടെ പഠിക്കുന്ന കൂട്ടുകാർക്കെന്നല്ല, അയൽക്കാർക്കെന്നല്ല, നാട്ടിലുള്ളവർക്കാർക്കും തന്നെ അവനെക്കുറിച്ച് നല്ലതേ അറിയൂ. നല്ല കുട്ടി, നല്ല മാർക്കുള്ള കുട്ടി. എന്തു പറ്റി? അവർക്ക് ഉത്തരമില്ലെങ്കിൽ മുഖല്ലിബുൽ ഖുലൂബായ റബ്ബ് ഹൃദയത്തെ മാറ്റിമറിച്ചാൽ എന്താ? ഇതാണ് അവസ്ഥ. അത് ഹിദായത്തിന്റെ വിഷയം മാത്രല്ല. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, കളിയിൽ കേവല വിനോദത്തിൽ മാത്രം ജീവിക്കുന്ന ആളുകൾ അങ്ങനെ മരിക്കാനാണ് സാധ്യത. കാര്യബോധമില്ലാതെ ജീവിക്കുന്നവർ ലക്ഷ്യം മറന്നവരാണ്. അവർക്ക് സൂഉൽ ഖാത്തിമത്ത് വരാൻ ഇടയുണ്ട്. പിന്നെ ഇസ്ലാം പറയുന്ന വിനോദങ്ങൾ, അനുവദിച്ച വിനോദങ്ങൾ, അതിൽ അല്പം കാര്യവും കൂടിയുണ്ട്. ഇബാദത്തിന് ഉന്മേഷം കിട്ടാനാണ്. നിങ്ങൾക്കറിയോ, ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, അൻ ആയിഷ റളിയല്ലാഹു അൻഹാ, ലഖദ് റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്തുറുനി ബിരിദാഇഹി വഅന അൻദുറു ഇലൽ ഹബശതി യൽഅബൂന ഫിൽ മസ്ജിദ്. ആയിഷ ബീവി പറയാണ്, നബി തങ്ങൾ ഒരിക്കൽ എന്നോട് ചോദിച്ചു, ആയിഷ, നമ്മുടെ പള്ളിയിൽ, മദീന പള്ളിയിൽ എത്യോപ്യക്കാർ വന്നിട്ടുണ്ട്, പള്ളിയിൽ വെച്ച് കളിക്കുന്നുണ്ട് അവര്. പള്ളിയുടെ അകത്തളങ്ങളിൽ വെച്ച് അവർ അയോധന കലകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. കാണാൻ നല്ല രസമുള്ള കളിയാ, നിനക്ക് കാണാൻ കൊതിയുണ്ടോ എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ ആ സംഭവം അറിയില്ല. ഞാൻ പറഞ്ഞു കാണണമെന്ന് പറഞ്ഞപ്പോ എന്നെ കൂട്ടിക്കൊണ്ടുപോയി നബിയുടെ പിറകു വശത്ത് എന്നെ നിർത്തിയിട്ട് യസ്തുറുനി ബിരിദാഇഹി, നബിയുടെ മേൽമുണ്ടുകൊണ്ട് എന്നെ പുതച്ചു, എന്നെ മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി. എന്നാ ആയിഷ ബീവി അന്യപുരുഷന്മാരിലേക്കാണ് നോക്കുന്നത്. അത് പാടുണ്ടോ? ഒരു കല എന്ന രൂപത്തിൽ ഇപ്പൊ ഒരു ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ ചികിത്സ എന്ന രൂപത്തിൽ അദ്ദേഹത്തെ ഒന്ന് നോക്കി പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ചിന്ത റൂട്ട് മാറുമ്പോഴാ കുഴപ്പം. ഞാൻ ഹബശ ആളുകളിലേക്ക്, എത്യോപ്യക്കാരിലേക്ക് ഞാൻ നോക്കുകയാണ്. യൽഅബൂന ഫിൽ മസ്ജിദ്, അവർ പള്ളിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസജറഹും ഉമർ റളിയല്ലാഹു അൻഹു, ഇത് കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു കയറി വന്നിട്ട്, നിർത്തടാ, ഇവിടെ ആരാ അള്ളാന്റെ റസൂലിന്റെ പള്ളിയിൽ കളിക്കുന്നത്, കളിക്ക് പുറത്തിറങ്ങാം എന്ന് ചൂടായി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനെ വിലക്കിയിട്ട് പറഞ്ഞു, ദൂനക്കും യാ ബനി അർഫിദ, എത്യോപ്യക്കാരെ നിങ്ങൾ കളിച്ചോളൂ. അംനൻ, ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ കാണാം, അംനൻ യാ ബനി അർഫിദ, ആരും പേടിക്കണ്ട, ഉമറല്ല, അതിന്റെ മേലുള്ള ഉമറൈനി വന്നാലും പേടിക്കണ്ട, അംനൻ യാ ബനി അർഫിദ, കളിച്ചോളൂ, പ്രോത്സാഹനം നൽകുക.
ആയിഷ ബീവി കുറേ നേരം കണ്ട് മതിയോ, ഇപ്പൊ ഇങ്ങനെ മതിയായോ എന്നിങ്ങനെ ചോദിക്കും. അവസാനം എനിക്ക് മതി, കണ്ട് തികഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇനി നമുക്ക് റൂമിലേക്ക് പോകാന്നാണ് തിരിച്ചു പോകുന്നത്. ഈ ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസാണ്. ഇതുപോലത്തെ 2-3 ഹദീസുകൾ എടുത്തുദ്ധരിച്ചിട്ട് അതിന്റെ താഴെ ഇഹ്യയിൽ കാണാം ഇമാം ഗസാലി റഹിമഹുല്ല ഈ ഹദീസിന്റെ താഴെ ചില തെളിവുകൾ പറയുന്നു. വഹുവ നസ്സുൻ സരീഹുൻ ഫീ അന്നൽ ഗനാഅ വൽ ലഇബ ലൈസ ബിഹറാമിൻ. ഈ സംഭവങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് ഗ്രഹിക്കാം, സംഗീതവും വിനോദങ്ങളും പൂർണ്ണമായി ഹറാമല്ല എന്ന് ഇതിൽ നിന്ന് ഗ്രഹിക്കാം. വഫീഹാ ദലാലത്തുൻ അലാ അൻവാഇ മിനർ റുഖസി. മനുഷ്യർക്ക് പരിശുദ്ധ ദീൻ നൽകിയ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ചില ഇളവുകളും ഈ ഹദീസുകളിൽ നിന്ന് പഠിക്കാം. എന്താ ഇളവ്? ഒന്ന് അല്ലഇബു, അല്പം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വിനോദം, കാര്യങ്ങൾക്ക് മനസ്സ് കിട്ടാനും ഉന്മേഷം കിട്ടാനും വേണ്ടിയുള്ള വിനോദം ആകാം. 2 ഫിഅലു ദാലിക ഫിൽ മസ്ജിദ്, പള്ളിയിൽ വെച്ചാണ് ഈ പ്രവർത്തനം നടന്നത്. 3-ാമത്തേത് ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൂനകും യാ ബനി അർഫിദ ഹാദാ അംറും ബിൽ ലഇബി. അവരെ പ്രോത്സാഹിപ്പിച്ച് അവരോട് പറഞ്ഞു, ദൂനക്കും, കളിച്ചോളൂ, ആരും തടയാൻ വരൂല. ഇത് വിനോദങ്ങൾക്ക് നബിയുടെ പ്രോത്സാഹനമാണ്. ഉമർ തടയാൻ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ മാറ്റുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പെരുന്നാൾ ദിനത്തിൽ പാട്ടുപാടിയ കുട്ടികളെ തടഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എതിർക്കുന്നു. തെളിവ്. 5-ാമതായി ഭാര്യയെ കൂട്ടിപ്പോയിട്ട് മതിവരുവോളം കണ്ടാസ്വദിച്ചാ തിരിച്ചു പോരുന്നത്. ഇത് കുട്ടികളുടെ കാര്യത്തിലും സ്ത്രീകളുടെ കാര്യത്തിലും അവരുടെ മാനസികോല്ലാസത്തിന് വീട്ടിലുള്ള മുസ്ലിങ്ങളായ പുരുഷന്മാർ കുറച്ച് ഉണർന്നാലോചിക്കണം എന്നതിലേക്ക് പാഠമാണ്. ഭാര്യ പറഞ്ഞു, ഇക്കാക്ക എല്ലാവരും ടൂറ് പോണില്ലേ, നമ്മൾ അങ്ങനെ അഴിഞ്ഞാടൊന്നും വേണ്ട, ഇക്കാന്റെ കൂടെ നല്ല സ്ഥലത്തൊന്നും മറയോടുകൂടി ഒന്ന് പോയി പോരുന്ന ഈ പിള്ളേരെയും കൂട്ടി ഒരു വെക്കേഷനൊക്കെ വരുമ്പോൾ ഒന്ന് കാണിച്ചു തരാൻ പാടില്ലേ? അതൊന്നും ശരിയാവൂല എന്ന് പറഞ്ഞ അങ്ങനെ അത് വേണ്ട. എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ കൂട്ടിയിട്ട് കണ്ടോ, എനിക്കിപ്പോ അതിന് ഒഴിവില്ല, സുബ്ഹാനല്ലാഹ്. അതല്ല, ആയിഷ ബീവി നോക്കുന്ന സമയത്തൊക്കെ നബി അതിലേക്ക് നോക്കിയിട്ട് ദൃക്സാക്ഷിയായി നിലകൊള്ളുകയാണ്. ഈ ഹദീസുകൾ ചികഞ്ഞു പരിശോധിക്കുകയാണ് ഇമാം ഗസാലി റഹിമഹുല്ല. 6-ാമത്തെ കാര്യം, ആയിഷ ബീവിയോട് ചോദിക്കുന്നു, അതസ്തഹീന അൻ തൻദുരി, നിനക്ക് കാണാൻ കൊതിയുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിക്കാൻ. ഇങ്ങോട്ട് ആവശ്യപ്പെടുമ്പോ അനുവദിക്കല്ല. അതസ്തഹീന അൻ തൻദുരി, നിനക്ക് കാണാൻ കൊതിയുണ്ടോ, ഇങ്ങനെയൊക്കെ സംഭവം പള്ളിയിൽ നടക്കുന്നുണ്ട്, കാണാൻ ആഗ്രഹമുണ്ടോ എന്ന ചോദ്യം. 7-ാമത്തെ കാര്യോ, ദഫ് മുട്ടുന്നു. ചില ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ആഘോഷ പ്രകടനങ്ങൾ, സന്തോഷ പ്രകടനങ്ങളാകാം. ഈ 7 കാര്യങ്ങൾ ഇമാം ഗസാലി റഹിമഹുല്ല വിവരിക്കുന്നുണ്ട് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. ഇനി ഇൻഷാ അല്ലാഹ് ഇസ്ലാം അനുവദിക്കുന്ന ചില കായിക കലകൾ കുറച്ചുകൂടെ ഉള്ളൂ, ഇനി അധികമല്ല. അടുത്ത ആഴ്ച ഒരു 10 മിനിറ്റ് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് തീർക്കാം. അത് തീർത്തിട്ട് പുതിയ വിഷയത്തിലേക്ക് പോകാം. ഇസ്ലാം അനുവദിക്കുന്ന ചില കലകളുണ്ട്. ചില ആളുകള് വ്യാജ വാർത്തകൾ പറയുന്നു. ഇപ്പൊ ചെസ് കളി, കുല്ലു ലഇബിൻ ഹറാം ഇല്ല ഷത്റഞ്ച എന്ന ഹദീസിലുണ്ട്. ഉസ്താദുമാരനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കുല്ലു ലഇബിൻ ഹറാം, എല്ലാ കളിയും ഹറാമാണ്, ഇല്ല ഷത്റഞ്ച, ചെസ് കളി ഒഴിച്ച്. ഇങ്ങനൊരു ഹദീസ് ലോകത്തൊരു ഹദീസിന്റെ കിതാബിലും ഇല്ല. ഏതാണ്ടൊരു 160ഓളം ഹദീസ് ഗ്രന്ഥങ്ങൾ ഈ വിനീതന്റെ പക്കൽ തന്നെ കമ്പ്യൂട്ടറിലുണ്ട്. 160 ഹദീസ് ഗ്രന്ഥങ്ങൾ, അത് 1, 5, 8, 10 വാള്യങ്ങളുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ. അതിലെവിടെയും ഇങ്ങനൊരു ഹദീസില്ല. അത് മൗലുവായ ഹദീസാകാൻ സാധ്യതയുണ്ട്. അത് കെട്ടുകഥയാണ്. എന്നാൽ ചെസ് കളിക്കാമോ? അതിന്റെ ഇസ്ലാമിക താല്പര്യം, വിധി എന്താണ്? അതുപോലത്തെ ചില കളികൾ, അതിന്റെ വിധി, അതുപോലെ കായിക കളികൾ, വിനോദങ്ങൾ, ഇതിന്റെയൊക്കെ ചിലത് ഇൻഷാ അല്ലാഹ് ഓരോന്നും എടുത്ത് പരിശോധിക്കാൻ ഈ ചുരുങ്ങിയ സമയം നമുക്ക് സാധിക്കില്ല. ഇൻഷാ അല്ലാഹ് ചെറിയ ഒരു വിവരണവും കൂടെ അടുത്തയാഴ്ച ഈ വിഷയത്തെക്കുറിച്ച് നടത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം ഈമാൻ കിട്ടി മരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. കളിച്ച് ചിരിച്ച് ജീവിതം തമാശയാക്കി സൂഉൽ ഖാത്തിമത്ത് വരുന്ന നാശത്തിൽ നിന്ന് പടച്ച തമ്പുരാൻ നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.